हम तो रखते हैं मुसलमानों का दीन, दिल से है खुदा में खत्मुल मुरसलीन, दिल से है खुदा में खत्मुल मुरसलीन, खत्मुल मुरसलीन। ഔസുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രേക്ഷകരെ, ഇന്ന് നവംബർ 16 ശനിയാഴ്ച. ഇന്ത്യയിൽ ഇപ്പോൾ രാത്രി 10 മണിയാണ്. GMT അനുസരിച്ച് ഇപ്പോൾ 4:30 മണിയാണ് വൈകുന്നേരം. പ്രേക്ഷകരെ, ഇത് രാഹുദായുടെ സമയമാണ്. ഖാദിയാൻ ദാറുൽ അമാനിൽ നിന്ന് ഡയൽ ഡിസെക്ഷൻ പ്രോഗ്രാം, രാഹുദാവിൻ്റെ 4 പ്രോഗ്രാമുകൾ അടങ്ങുന്ന സീരീസുമായി നിങ്ങളുടെ സമക്ഷം നമ്മൾ ഹാജരാണ്. ഇത് 2ാമത്തെ എപ്പിസോഡാണ്. പ്രേക്ഷകരെ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ പ്രോഗ്രാം രാഹുദ അത് ലൈവിനോടൊപ്പം തന്നെ ഒരു ഇൻ്ററാക്റ്റീവ് പ്രോഗ്രാം കൂടിയാണ്. അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് തങ്ങളുടെ ചോദ്യങ്ങൾ മുഖേന നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മളുമായി ബന്ധപ്പെടുന്നതിന് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിലുള്ള എല്ലാ ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ടെലിഫോൺ ലൈൻസ് മുഖേന ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജ്, ഫാക്സ് മെസ്സേജസ്, ഇമെയിൽ മുഖേന ബന്ധപ്പെടാവുന്നതാണ്. നമ്മൾ സ്റ്റുഡിയോ സ്റ്റേഷനോടൊപ്പം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് നമ്മുടെ പാനലിലുള്ള പണ്ഡിതന്മാരോട് മുമ്പാകെ വെക്കുന്നതാണ്. അവർക്ക് നമ്മുടെ പണ്ഡിതന്മാർ ഇതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരെ, ഈ പരിപൂർണ സീരീസിൽ അഹമ്മദിയ പ്രസ്ഥാന സ്ഥാപകരായ മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാമിൻ്റെ ഗ്രന്ഥമായ തോഫ ഗോൾഡമ്മയുടെ വിഷയം സംബന്ധമായിട്ടാണ് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ചർച്ച ചെയ്യുന്നതിന് ഇന്ന് സ്റ്റുഡിയോയിലുള്ള പാനലുണ്ട്. ഞാൻ അവരെ പരിചയപ്പെടുത്താം. മുഹത്തറം മൗലാന അഹമ്മദ് കൗസർ സാഹിബ്, മൗലാന അത്താൽ മുജീദ് സാഹിബ് ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. ഞാൻ ഇവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. പ്രേക്ഷകരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആഗമനം മറ്റ് മുൻ പ്രവാചകന്മാരുടെ പ്രവചനം അനുസരിച്ച് ആണ് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് വരുന്ന വ്യക്തിയുടെ അടയാളങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഹസ്രത്ത് അഖ്ദസ് മിർസ ഗുലാം സാഹിബ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം ആഗതനായി. പ്രേക്ഷകരെ, വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ, ഹദീസുകൾ, അതുപോലെ തന്നെ മുൻകാല മഹത്തുക്കളുടെ പ്രവചനങ്ങൾ, അതുപോലെ അവരുടെ കൗലുകൾ, അത് ഒരു അവസാന കാലത്ത് ഒരു പരിഷ്കർത്താവിനെ കുറിച്ച് പറയുന്നു. അതിൻ്റെ ഈ ഒരു ചുരുങ്ങിയ താറാഫത്തിന് ശേഷം മുഹത്തറം മൗലം അഹമ്മദ് കൗസറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ ആഗമനം, അദ്ദേഹത്തിൻ്റെ യോഗം അത് ഉമ്മത്ത് മുഹമ്മദിയിലായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം ഏതൊക്കെ ഹദീസുകളാണ് വിവരിച്ചത്? പ്രേക്ഷകരെ, ചന്ദ്രമാസം അനുസരിച്ച് ഇന്ന് 138 വർഷങ്ങൾക്ക് മുമ്പ്, അത് 14 നൂറ്റാണ്ടിൻ്റെ 8ാമത്തെ വർഷമായിരുന്നു. അത് ക്രിസ്തു വർഷം 18ാം നൂറ്റാണ്ടായിരുന്നു. മിർസ ഗുലാം അഹമ്മദ് അലൈഹി സ്വലാമിന് അള്ളാഹു കൽപ്പന നൽകി, നിങ്ങൾ ഇങ്ങനെ വിളംബരം ചെയ്യുക, ആദ്യത്തെ മസീഹ് 1400 1,24,000 പ്രവാചകന്മാർ പോലെ വഫാത്തായിരിക്കുന്ന, ഒരിക്കലും തിരിച്ചു വരുന്നതല്ല.
ഹദീസിൽ ഏതൊരാളെ വരുമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്ത് മുഹമ്മദിയയിലുള്ള ഒരു അംഗമാണ്. അദ്ദേഹം വന്നിരിക്കുന്നു. 138 വർഷമായി നാം അനാഹമ്മദി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലിങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടും അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഏത് പണ്ഡിതന്മാരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞത് ഉലമാഹും ഷർറുഹും, അതായത് അവര് ഷർറ് ഉണ്ടാക്കുന്ന പണ്ഡിതന്മാരെ, അത് യൂട്യൂബിലും ഒക്കെ ആയിട്ട് അവർ പല ചോദ്യങ്ങളും ഉന്നയിക്കാറുണ്ട്. അതിൽ അത്ഭുതം തോന്നിപ്പോകും നമുക്ക്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനം ചെയ്യുകയുണ്ടായി, ഇന്നി അഖാഫു അലാ ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിനെ സംബന്ധിച്ച് വളരെയധികം ഭയപ്പെടുന്നു. ഈ വഴി തെറ്റിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് വഴി തെറ്റിക്കുക എന്നുള്ളത് അവരുടെ പ്രകൃതത്തിലുള്ളതാണ്, കളവ് അവരുടെ പ്രകൃതത്തിലുള്ളതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല, ഒരിക്കൽ അള്ളാഹുവിനെ കാണണമെന്ന് എന്ന് ഞാൻ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ, എന്ന് താങ്കൾ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ വളരെ വ്യക്തമായ ചോദ്യമാണ്. മസീഹ് 14 നൂറ്റാണ്ടിൽ തുടക്കത്തിൽ വരേണ്ടതായിരുന്നു, അത് 14 നൂറ്റാണ്ട് കഴിഞ്ഞു പോയി. ഇന്ന് 15-ാം നൂറ്റാണ്ടിൻ്റെ 40-ാമത്തെ വർഷമാണ്. എവിടെ ആ മസീഹ്? എവിടെ അദ്ദേഹം? എവിടെ പോയി? അയാസു ബില്ല, എല്ലാ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതെല്ലാം നൗസുബില്ല, അത് തെറ്റായിപ്പോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഹദീസുകളൊക്കെ? അല്ലെങ്കിൽ ആരും വന്നോ? അദ്ദേഹം വാസ്തവത്തിൽ വന്നിട്ടുണ്ടോ? അദ്ദേഹം എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹം വന്നു, എന്നാൽ നിങ്ങൾ നിഷേധിക്കുകയുണ്ടായി. നിങ്ങളെല്ലാം നിഷേധിച്ചു. ഒന്നാമത്തെ കാര്യം, 2 മസീഹുണ്ട്. ആദ്യത്തെ മസീഹ്, അതിൻ്റെ നിയോഗം ബനി ഇസ്രായേലിന് വേണ്ടിയിട്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറ സഫിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വൈദ കാല ഈസ ഇബ്നു മറിയമ യാ ബനി ഇസ്രായേല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും. ആദ്യത്തെ മസീഹിന്റെ നിയോഗത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ബനി ഇസ്രായേലിലേക്കാണ്, ഇലൈക്കും. ഇഞ്ചീലിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞതായിട്ടുണ്ട്, ഞാൻ ബനി ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾക്കല്ലാണ്ട് ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറ മറിയമ്മിൽ അള്ളാഹു പറയുന്നുണ്ട്, ആതൈനാഹുൽ ഇൻജീൽ, നാം അദ്ദേഹത്തിന് ഇൻജീൽ നൽകുകയുണ്ടായി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി, ഇന്ന ഈസ ഇബ്നു മറിയമ ആശ 20 വമിയതൻ. മസീഹ് ഇബ്നു മറിയം അത് 120 വർഷം വരെ ജീവിച്ചു, ഞാൻ അതിൻ്റെ പകുതിയായിരിക്കും, അതായത് 60 വയസ്സ് വരെ ജീവിക്കുന്നതായിരിക്കും. അത് ശരിയായി തീരുകയുണ്ടായി. കൻസുൽ ഉമ്മാനിലെ ഹദീസാണത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം 120 വയസ്സാണ് അദ്ദേഹത്തിന് നിശ്ചയിച്ചത്. പിന്നീട് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വാവൈനാഹുമാ ഇലാ റബ്വത്തിൻ ദാത ഖറാറി മഈൻ, നാം അദ്ദേഹത്തിന് വളരെ ഉയർന്ന സ്ഥലത്ത്, അത് കശ്മീരിൽ അവസാനം അദ്ദേഹം ജീവിതം നയിക്കുകയുണ്ടായി. അത് ഇന്നും ശ്രീനഗറിൽ അദ്ദേഹത്തിന്റെ ഖബർ ഉണ്ട്. അതിന്റെ അലാമത്ത് പറഞ്ഞത് അതിൽ ഉറവകൾ ഉണ്ടാവുമെന്നാണ്. ഇനി ആദ്യത്തെ മസീഹിന്റെ എല്ലാ അടയാളങ്ങളും വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ നിയോഗം ബനി ഇസ്രായേലിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ വയസ്സ് 120 വയസ്സായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം ബനി ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അള്ളാഹു സൂറ മാഇദയിൽ പറഞ്ഞിരിക്കുന്നു, ഫലമ്മാ തഫൈതനി കുന്ത അൻത റഖീബ അലൈഹിം, ഞാൻ അവരിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ അവരിൽ മേൽനോട്ടക്കാരനായിരുന്നു. എന്നാൽ നീ എനിക്ക് വഫാത്ത് നൽകിയതിന് ശേഷം എനിക്കറിയില്ല അവരെന്താ പിന്നീട് ചെയ്തതെന്ന്. വഫാത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിഞ്ഞറിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിയോഗം, അദ്ദേഹത്തിന്റെ നുബുവത്ത്, അദ്ദേഹത്തിന്റെ റിസാലത്ത് അത് ബനി ഇസ്രായേൽക്ക് മാത്രമായിരുന്നു. നിങ്ങൾ എന്നോട് പറയുക, ഉമ്മതിൽ എങ്ങനെയാണ് അവർക്ക് വരാൻ സാധിക്കുക? എത്ര പ്രാവശ്യം ഈ മൗലവിമാർ പറയുന്നത് അദ്ദേഹം ഇറങ്ങും, അത് അത്രയും പ്രാവശ്യം തന്നെ ആ ഖുർആനെ, വിശുദ്ധ ഖുർആനെ അത് കളവാക്കാൻ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിലെ ഓരോ ഖിയാമത്ത് വരെ നിലനിൽക്കുന്നതാണ്. മുസ്ലിങ്ങളെ വഴിതെറ്റിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു, റസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ഞാൻ ബനി ഇസ്രായേലിലേക്ക് മാത്രമുള്ളതാണ് ഞാൻ, ഇനി എന്തിനാണ് എൻ്റെ പിന്നാലെ കൂടുന്നത്? ആദ്യത്തെ മസീഹ് 120-ാമത്തെ വയസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അനുസരിച്ച് വഫാത്തായിരിക്കുന്നു.
മരിച്ചവർ ഒരിക്കലും ഈ ലോകത്തേക്ക് തിരിച്ചു വരുന്നതല്ല. ഇനി രണ്ടാമത്തെ മസീഹ് അത് ആലങ്കാരികമായ പേര് മാത്രമാണ്. ചില ആലങ്കാരിക ചില പ്രവർത്തനങ്ങൾ കാരണം, ചില സാദൃശ്യങ്ങൾ കാരണം അദ്ദേഹം 14 നൂറ്റാണ്ടിലെ തുടക്കത്തിൽ വരേണ്ടതായിരുന്നു. 14 നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ മിർസ ഗുലാം അഹമ്മദ് മാത്രമാണ് ഇങ്ങനെ വിളംബരം ചെയ്ത്, എന്നെ അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുന്നു, നീ മസീഹാണ്, നീ വാഗ്ദത്ത മസീഹാണ്. ഇന്നാ ജാൽനാക്കൽ മസീഹ് ഈസ ഇബ്നു മറിയമ, നാം നിന്നെ മസീഹ് ഇബ്നു മറിയം ആക്കി എന്ന്. അദ്ദേഹം തന്റെ ഭാഗത്തു നിന്ന് സ്വന്തം നിലയിലല്ല അത് വാദം ഉന്നയിച്ചത്. അദ്ദേഹം ഒരു കാലത്ത് പറഞ്ഞ ഈസ ആകാശത്ത് നിന്ന് വരുമെന്നായിരുന്നു. എന്നാൽ അള്ളാഹ് ആലങ്കാരികമായിട്ട് ഏതൊരു ആളെ കുറിച്ച് പറഞ്ഞ, അദ്ദേഹം ഉമ്മത്തിയുടെ ഒരു അംഗമാണ്. ചില ഹദീസുകൾ ചോദിക്കേണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യൂഷിക്കു മൻ ആശ മിൻകും അൻ യൽഖാ ഈസ ഇബ്നു മറിയമ ഇമാമൻ മഹ്ദിയൻ അദലൻ. മുസ്ലിങ്ങളെ, നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ ഈസ ഇബ്നു മറിയമിനെ അതേ ഇമാം മഹദിയായിട്ടും നിങ്ങൾ കാണുന്നതാണ്. ഇവിടെ ആരെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്? ഇവിടെ മുസ്ലിങ്ങളെയാണ് സംബോധന ചെയ്തിരിക്കുന്നത്. കൈഫ അൻതും ഇദാ നസല ഈസ ഇബ്നു മറിയമ ഫീക്കും എന്നതിന്റെ കാര്യമാണ് പറയുന്നത്. അത് ബനി ഇസ്രായേലിന്റെ കാര്യമാണ് അവർ പറയുന്നത്. ഇത്ര വ്യക്തമായ കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല. എത്രമാത്രമാണ് ഇവർ കളവ് പറയുന്നത്, ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നു, വഫീക്കും, നിങ്ങളിൽ വരുന്നതാണ്. നിങ്ങളുടെ അവസ്ഥ അപ്പോൾ എന്തായിരിക്കും? അദ്ദേഹം ഇറങ്ങുന്നത് മസീമോദായിട്ടായിരിക്കും, മഹദി ആയിട്ടായിരിക്കും അദ്ദേഹം വരിക. അത് മസീമു സ്വലാത്തു വസ്സലാം മറ്റു വീണ്ടും തെളിവ് നൽകിക്കൊണ്ട് പറയുന്നു, നോക്കൂ, സഹീഹ് ബുഖാരി, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രാമാണികമായി മനസ്സിലാക്കുന്ന ആ ഗ്രന്ഥം, അതിൻ്റെ ഉള്ളിൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ മസീഹിന്റെ രൂപം പറഞ്ഞിരിക്കുന്നു, അഹ്മറുൻ, അദ്ദേഹം ചുവന്ന രൂപത്തിലായിരിക്കും, യഹൂദികളുടെ കളറ് പോലെ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജാദുൻ അരീദു സദ്രി, അദ്ദേഹത്തിന്റെ നെഞ്ച് വിടർന്നതായിരിക്കും. ഒന്ന് അഹ്മർ, അദ്ദേഹം ചുവന്ന, ഞാൻ വളരെ കശ്ഫിൽ കണ്ടിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ നെഞ്ച് വളരെ വിടർന്നതാണ്, അതുപോലെ തന്നെ മുടി ചുരുണ്ടതാണ്. ഇതൊന്ന് അദ്ദേഹം വിവരിച്ചത്. രണ്ടാമത്തെ മസീഹിനെ സംബന്ധിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ 2 സിദ്കുഷാണ്, അദ്ദേഹത്തിന്റെ മുടി നീണ്ടതാണ്, അദ്ദേഹം ഗോതമ്പ് നിറത്തിലുള്ളതാണ്. ഒരു മനുഷ്യന് 2 നിറം ഉണ്ടാവില്ലല്ലോ. അന്ന് വേറെ വേറെ തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരിക്കുന്നു. ആദ്യത്തത് അത് ബനി ഇസ്രായേലിലേക്ക് വേണ്ടിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ നിറം ചുവന്നതായിരുന്നു, നെഞ്ചു വിടർന്നതായിരുന്നു, മുടി ചുരുണ്ടതായിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ മുടി നീണ്ടതും അതുപോലെ തന്നെ ഗോതമ്പ് നിറമുള്ളതുമായിരിക്കും. ഇത് വളരെ വ്യക്തമായൊരു സംഗതിയാണ്. ആദ്യത്തെ മസീഹ് ബനി ഇസ്രായേലിലേക്ക് വേണ്ടി വന്നതായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ വഫാത്ത് ഉണ്ടായി. വിശുദ്ധ ഖുർആനിൽ മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഊന്നൽകൊണ്ട് പറഞ്ഞിട്ടുണ്ടായി, ഒരായത്തിൽ പോലും ഖുർആനിലില്ല ഈസാ അലൈഹിസ്സലാം തൻ്റെ ഈ ജഡിക ശരീരത്തോടു കൂടി ആകാശത്ത് പോയിട്ടുണ്ട് എന്നുള്ളത്. അത് ഏതെങ്കിലും അങ്ങനെ ഒരു ആയത്ത് ഒരിക്കലും ഖുർആനിലില്ല. ഒരു ആയത്തെങ്കിലും വിശുദ്ധ ഖുർആനിലില്ല, ഒരു ആയത്ത് പോലും ഇല്ല. ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മസീഹിനെ സംബന്ധിച്ചാണോ വരുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് അത് വളരെ ആലങ്കാരിക പ്രയോഗമാണ്. അദ്ദേഹത്തിന് വേണ്ടി ഫീക്കും എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലെ മുസ്ലിങ്ങളെ, അത് നിങ്ങളിൽ വരുന്നതായിരിക്കും, നിങ്ങളിൽ നിന്നുള്ളതായിരിക്കും. അദ്ദേഹം ഉമ്മത്തെ മുഹമ്മദിൽ വരാൻ പോകുന്ന ആള് അദ്ദേഹം മസീഹായിരിക്കും, അദ്ദേഹം മഹദി ആയിരിക്കും, അദ്ദേഹം സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 2ാം നിയോഗത്തിന്റെ പ്രതീകമായിരിക്കും. ഈ ഗുണങ്ങളെല്ലാം തന്നെ മീസാ ഗുലാം അഹമ്മദ് സാഹിബ് വന്നുകൊണ്ട് വളരെ വ്യക്തമായിട്ട് വിവരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് ആകാശത്ത് നിന്ന് നിങ്ങൾ ആകാശത്ത് നിന്ന് കൊണ്ടുവന്നോളുക. അതിൽ ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല ആവർത്തിച്ച് പറയുകയുണ്ടായി, ഞാൻ കോടിക്കണക്കിന് തയ്യാറാണ്, ഈ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു കൊള്ളുക. എന്നാൽ എത്രമാത്രമാണ് ഇവർ വഴി തെറ്റിക്കുന്നത്. സാധാ മുസ്ലിങ്ങളെ,
ഏതൊരു വ്യക്തിയുടെ 18 തുടക്കത്തിൽ വരേണ്ടിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ 14 നൂറ്റാണ്ട് മുഴുവൻ കഴിഞ്ഞു കടന്നുപോയി. എവിടെ അദ്ദേഹം? എന്തിനാണ് ഇവർ കളവ് പറയുന്നത്? എന്തുകൊണ്ട് പറയുന്നില്ല വ്യക്തമായിട്ട്? അള്ളാഹു തൻ്റെ വാഗ്ദാനം അനുസരിച്ച് സയ്യിദന ഹസ്രത്ത് മസീഹ് റസൂലുള്ളാഹിന്റെ പ്രവചനം അനുസരിച്ച് 14-ാം നൂറ്റാണ്ടിന്റെ 8-ാമത്തെ വർഷം വ്യക്തിയെ അയച്ചു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സൂര്യചന്ദ്രഗ്രഹണങ്ങൾ പ്രകടമാക്കി. പിന്നെ ആർക്കും വേണ്ടിയിട്ടാണ് സൂര്യചന്ദ്രങ്ങൾ പ്രകടം? ഈ കാര്യങ്ങളൊക്കെ വളരെ അത്ഭുതകരമായ സംഗതി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത്, ഒരു ഭാഗത്ത് ഇവർ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീനാണെന്ന്. പിന്നെ ഇവരുടെ ഉദ്ദേശം അനുസരിച്ച് അദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്. ലാ നബി അബാദി എന്ന് അവർ ഉരുവിട്ടുകൊണ്ട് ഖാത്തമുൻ നബീൻ പറഞ്ഞുകൊണ്ട്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തമുൻ നബീൻ ആണെങ്കിൽ, ലാ നബി അബാദി ആണെങ്കിൽ, ഈസ അലൈഹിസ്സലാം നിങ്ങൾ ഇഞ്ചിൽ നൽകപ്പെട്ട അദ്ദേഹം ഭൂമിയിലേക്ക് വരുമ്പോൾ, ഇറങ്ങുമ്പോൾ, അപ്പോൾ ഇവിടെ അവസാനത്തെ ആരായിരിക്കും? റസൂലുള്ളാഹി വഫാത്തായിട്ട് 1000 വർഷമായി. അദ്ദേഹം ബനീന മുനവ്വറയിൽ അദ്ദേഹം അവിടെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി വരുന്ന ആളോ അദ്ദേഹത്തെ സംബന്ധിച്ച് നബി എന്ന് വിളിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഖത്തമുൻ നബിത്തോടെ പോയി. നിങ്ങൾ ലാ നബിയ ബാദിയുടെ അർത്ഥം പിന്നെന്തുണ്ടായി? പിന്നെ എന്തിനാണ് നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ വഞ്ചിക്കാൻ തെറ്റിദ്ധരിപ്പിക്കുന്നത്? മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനാണ്. ഇതിൻ്റെയൊക്കെ കണക്ക് അത് ഈ കൗമിന് കൊടുക്കേണ്ടി വരും. ഇന്നല്ലെങ്കിൽ നാളെ ആ മരിച്ച അള്ളാഹിന്റെ മുന്നിൽ ജവാബ് കൊടുക്കേണ്ടതാണ്. ഇത് ചുരുക്കത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ മതിയാക്കുകയാണ്. ഹുസൂർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരാളെ സംബന്ധിച്ച് വരുമെന്ന് പറഞ്ഞത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫീക്കുമെന്ന്. ആദ്യത്തെ മസീഹ് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, റസൂലൻ ഇലാ ബനി ഇസ്രായേൽ ആതൈനാഹുൽ ഇഞ്ചീൽ. അദ്ദേഹം ഇഞ്ചീലുള്ള പ്രവാചകനാണ്, അദ്ദേഹം ബനി ഇസ്രായേലിന്റെ പ്രവാചകനാണ്. എന്നാൽ ഉമ്മത്തെ മുഹമ്മദിയയിൽ വരേണ്ട വ്യക്തി അദ്ദേഹം ആലങ്കാരികമായ രീതിയിൽ ചില സാദൃശ്യങ്ങൾ കാരണത്താൽ അദ്ദേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ഫീക്കുമാണ്, അദ്ദേഹം ഇമാം മഹദിയാണ്, അത് എൻ്റെ 2-ാം നിയോഗത്തിന്റെ പ്രതീകമാണ്. 2 അടയാളങ്ങൾ വ്യക്തമാണ്. ഇനി സൂര്യനെ കണ്ടുകൊണ്ട് ഇത് സൂര്യനല്ലെന്ന് പറഞ്ഞു, അത് അദ്ദേഹം അന്ധനല്ലാതെ എന്താണ് അയാളെ പറ്റി പറയുക? അടുത്ത ചോദ്യം ബഹുമാനപ്പെട്ട ആത്വാൻ മുജീബ് സാഹിബിനോടാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് കുൻതും ഖൈറ ഉമ്മത്തൻ ഉഖ്രിജത് ലിന്നാസ്, ഈ ആയത്ത് കൊണ്ട് ഹസ്രത്ത് മസീഹ് ഇസ്ലാം വരാനിരിക്കുന്ന മസീഹ് മൗദ് ഈ ഉമ്മത്തിലായിരിക്കും വരിക എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സംബന്ധമായ വിശദീകരണം നൽകിയാലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോസ പറഞ്ഞ പോലെ വരാനിരിക്കുന്ന മസീഹ് ഈ ഉമ്മത്തിൽ തന്നെയാണ് വരുന്നത്. ഈ ഉമ്മത്തിലാണ് പ്രശ്നങ്ങളുള്ളത്. ആ ഉമ്മത്തിനെ നന്നാക്കാൻ വേണ്ടി മറ്റൊരാൾ വരിക എന്നുള്ളത് തീർത്തും വിഡ്ഢിത്തപരമായ കാര്യമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് വരുമെന്നും സാലിഹ് വരുമെന്നും അതുപോലെ തന്നെ ഷഹീദ് ഉണ്ടാകുമെന്നും എല്ലാം പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ റസൂലിൻ്റെയും അതുപോലെ തന്നെ സിദ്ദീഖിൻ്റെയും റസൂലിൻ്റെയും സാലിഹീങ്ങളായ ജനങ്ങളുടെയും അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായി അനുധാവനം ചെയ്യുന്ന ജനങ്ങളെ സിദ്ദീഖീങ്ങളാക്കുന്നതാണ്, അതുപോലെ തന്നെ നബിമാരാക്കുന്നതാണ്, സാലിഹി ആക്കുന്നതാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഈ ഉമ്മത്തിന് ജനിക്കുന്ന വ്യക്തികൾക്ക് ഇത്രക്ക് വലിയ സ്ഥാനങ്ങൾ അള്ളാഹു നൽകിയിരിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുമെന്ന് വരുന്നത് എത്ര വിഡ്ഢിത്തപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെയായിരിക്കും ഈ ഉമ്മത്തിൽ തന്നെയായിരിക്കും വരേണ്ടിക്കേണ്ടത്. ഹദീസുകളുണ്ട് ഇത് സംബന്ധമായിട്ട്. മൗലവി സാഹിബ് പറയുകയുണ്ട്, ഫീക്കും എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇമാമുക്കും മിൻകും എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബുഖാരിയിലുള്ള ഹദീസാണിത്. അതാണ് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇമാമായിരിക്കും വരും, പുറത്തുനിന്നായിരിക്കില്ല വരിക. ഇത് സംബന്ധമായി ഹുസൂർ ഈ ആയത്തും പറഞ്ഞിരിക്കുന്നു. ഈ ആയത്തിൽ നിന്നും ഹുസൂർ പറഞ്ഞിരിക്കുന്നു, ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ ആയിരിക്കും മസീഹ് മൗഊദ് വരിക. ഈ ആയത്ത് ആൽ ഇംറാനിൽ 111 ആയത്താണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഈ ആയത്തിന്റെ
പൊതുവായിട്ടുള്ള അർത്ഥം ഇതാണ്: നിങ്ങൾ ആ ഉത്തമമായിട്ടുള്ള ഉമ്മത്താണ്, ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള. മുസ്ലിം ഇസ്ലാം നൽകിയതിൻ്റെ തർജ്ജമ ഇതാണ്: നിങ്ങൾ ആ ഉത്തമമായിട്ടുള്ള ഉമ്മത്താണ്. നിങ്ങൾ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ എല്ലാ വാഗ്ദാനപ്പെട്ട ആ ദജ്ജാലിൻ്റെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഷർറിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അന്നാസ് എന്നുള്ള പദം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ദജ്ജാലാണെന്ന് ഹുസൂർ പറയുകയുണ്ടായി. മറ്റൊരു ആയത്ത് ഹുസൂർ ഉദ്ധരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അന്നാസിൻ്റെ വാക്ക് അത് ദജ്ജാലിന് വേണ്ടിയും ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അർത്ഥം ഇവിടെ വന്നിരുന്നതിന് ശേഷം അതുകൊണ്ട് തന്നെ ഈ ആയത്തിലും ഈ അന്നാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ദജ്ജാൽ എന്ന് നൽകണമെന്ന് ഹുസൂർ പറയുകയുണ്ടായി. ആയത്ത് ഇതാണ്: ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖിൻ നാസ്. സൂറത്തുൽ മുഅ്മിനീന്റെ ആയത്ത് ആണിത്. ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ സൂക്ഷ്മമായിട്ടുള്ള രഹസ്യങ്ങളും അത് ദജ്ജാലിൻ്റെ രഹസ്യം അത് ഇതിൻ്റെ തുല്യമല്ല. അതായത് ആകാശഭൂമിയിലുള്ള രഹസ്യങ്ങൾ അത് ദജ്ജാലിന് തുല്യമല്ല. അതായത് ദജ്ജാൽ എന്നുള്ളത് അത് ഒരിക്കലും തന്നെ ആകാശഭൂമിയുള്ള എല്ലാ രഹസ്യങ്ങളും അവന് എത്തിപ്പിടിക്കാൻ സാധ്യമല്ല. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ ദജ്ജാൽ എന്നാണ് അന്നാസ് എന്നുള്ള പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ആയത്തും വെച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം ഇസ്ലാം പറയുകയാണ്: കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആയത്തിൽ അന്നാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദജ്ജാലിന് മഹൂദാണ്. ദജ്ജാലിനെ പറ്റി വന്നിരിക്കുന്നു: അവൻ മഴ പെയ്യിക്കും, അതുപോലെ തന്നെ യാത്രാ സൗകര്യം അവനുണ്ടാക്കും, രോഗശമനത്തിനുള്ള പല മാർഗങ്ങൾ അവൻ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഹദീസുകളിൽ വന്നിരിക്കുന്നു. മുഫസ്സിരിങ്ങൾ പറഞ്ഞിരിക്കുന്നു എന്ന് ഹുസൂർ പറയുന്നു. ദജ്ജാല് ദൈവത്തിന്റെ കർമ്മങ്ങളിൽ അതിനെ തട്ടിയെടുക്കാൻ നോക്കും, അതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്തു കാണിക്കും. ഈ ആയത്ത് മുഖാന്തരം ഹുസൂർ പറയുന്നു, അവൻ എത്ര തന്നെ അള്ളാഹുവിന്റെ കർമ്മങ്ങളിൽ അവൻ പങ്കുകാരാൻ ശ്രമിച്ചാലും ഒരിക്കലും അള്ളാഹുവിന് തുല്യമാവാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ആ രഹസ്യങ്ങൾ, ആകാശമുള്ള രഹസ്യങ്ങൾ, അത് അവന്റെ ഉള്ളിൽ അവൻ കാണിക്കുന്ന പ്രവർത്തികളെക്കാൾ വളരെ വലുതാണ് എന്ന് ഹുസൂർ ഇത് മുഖാന്തരം പറയുകയാണ്. ഹുസൂർ പറയുകയുണ്ടായി: കുൻതു ഖൈറുമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അതായത് നിങ്ങൾ ആ ഉത്തമമായിട്ടുള്ള സമൂഹമാണ്. ദജ്ജാലിനെ പോരാടാൻ വേണ്ടി, ദജ്ജാലിന്റെ ഫിത്നയെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളെയാണ് അള്ളാഹു തയ്യാറാക്കിയിരിക്കുന്നത്. അവസാന കാലഘട്ടത്തിൽ വരണിക്കുന്ന ദജ്ജാൽ, ആ ദജ്ജാലിനെ നശിപ്പിക്കാൻ വരേണ്ട ആ ഒരു മസീഹ് അത് ഈ ഉമ്മത്തിൽ തന്നെയായിരിക്കണം. ഹുസൂർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: ആദം മുതൽ ഖിയാമത്ത് വരെ ഏറ്റവും വലിയ ഫിത്ന അത് ദജ്ജാലിന്റെ ആയിരിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഷർറുൻ നാസ് എന്നാണ് ഹുസൂർ തിരുമനസ് പറഞ്ഞത്. അത് ജനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ഷർറ്, ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഫിത്ന അത് ദജ്ജാലായിരിക്കും. അപ്പം അതിന് എതിരെയായിട്ട് ഏറ്റവും ഹൈറായിട്ടുള്ള ഉമ്മത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ്. അതുപോലെ തന്നെ ശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരു സമൂഹത്തെ ഖൈറുൽ ബരിയ എന്നും ഒരു സമൂഹത്തെ ഷർറുൽ ബരിയ എന്ന് പറഞ്ഞിരിക്കുന്നു. ഖൈറുൽ ബരിയ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ മുഹമ്മദിയ ഉമ്മത്താണ്. ഷർറുൽ ബരിയ എന്നാണ് ഉദ്ദേശിക്കുന്നത് ദജ്ജാൽ. അപ്പോൾ ദജ്ജാലിനെതിരെയുള്ളത് ഖൈറുൽ ബരിയ, അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്താണ് ദജ്ജാലിനെ നേരിടേണ്ടത്. ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ട് ഹുസൂർ പറയുകയുണ്ടായി, അന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദജ്ജാലാണെന്ന് പറയുകയുണ്ടായി. എന്നിട്ട് ഹുസൂർ പറയുകയുണ്ടായി, ദജ്ജാലിന്റെ ഫിത്നയെ നശിപ്പിക്കാൻ വേണ്ടി വരാനിരിക്കുന്ന മസീഹ് അത് ഈ ഉമ്മത്തിൽ തന്നെയാണ് വരേണ്ടത്. ഇത് അള്ളാഹുവിന്റെ സുന്നത്താണ്. എപ്പോഴെല്ലാമാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഫിത്ന ഉണ്ടാകുമ്പോൾ, ആ ഫിത്നയെ
കുഴപ്പം അതിനെ ദൂരീകരിക്കാൻ ആ ഉമ്മത്തിലെ നബിയാണ്, ആ ഉമ്മത്തിൽ തന്നെയുള്ള ജനങ്ങളാണ് വരുന്നത്. അപ്പോൾ ദജ്ജാലിൻ്റെ ഫിത്ന ഈ ഉമ്മത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ മസീഹ് വരേണ്ടത് നിർബന്ധമാണ്. ഹുസൂർ പറയുകയുണ്ടായി, ഇത് ഇങ്ങനെയുള്ള കാര്യമാണ്. ഈ പ്രശ്നം ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയും അത് ദൂരീകരിക്കാനും വേണ്ടി പുറത്തുനിന്ന് ആൾ വരുന്നതിന് തുല്യമാണ്. ഒരു രാജ്യം ഒരു സ്ഥലത്ത് ജയിച്ചടക്കുകയും അതിനെ ജയിച്ചടക്കിയതിന് ശേഷം പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും ആൾക്കാരെ അവിടെ ഭരിക്കാൻ വേണ്ടി ആൾക്കാരെ അയക്കുക എന്നത് എത്ര വിഡ്ഢിത്തപരമായ കാര്യമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആൾക്കാരെ തന്നെ രാജാവാക്കണം. അപ്പോൾ ഈ ഉമ്മത്ത് എത്ര ഉത്തമമായിട്ടുള്ള ഉമ്മത്താണ്. ഈ ഉമ്മത്തിൽ നിന്ന് തന്നെ അള്ളാഹു മസീഹ് മൗദിനെ അയക്കുന്നതാണ്. ഉലമാ ഉമ്മത്തി കമ്പിയായി ബനി ഇസ്രായേൽ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ അത് ബനി ഇസ്രായേൽ നബിമാർക്ക് തുല്യമാണെന്ന് പറയുകയുണ്ടായി. എന്നിട്ട് അവസാനം ദജ്ജാൽ വരുമ്പോൾ അവരെ ഇകഴ്ത്തുകയാണ് അള്ളാഹു ചെയ്യുക. ആ ദജ്ജാലിനെ നേരിടാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ ഹുസൂർ പറയുകയുണ്ടായി, മിഷ്കാത്തിലുള്ള ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മുസ്ലിങ്ങളോട് നിങ്ങൾ അറബികളോടൊപ്പം യുദ്ധം ചെയ്യും, നിങ്ങൾ ഇറാനോട് യുദ്ധം ചെയ്യും, അള്ളാഹു നിങ്ങളെ വിജയിപ്പിക്കും. പിന്നെ നിങ്ങൾ ദജ്ജാലിനോടൊപ്പം നിങ്ങൾ യുദ്ധം ചെയ്യും, അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകുന്നതാണ്. അള്ളാഹു ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദജ്ജാലിനോടൊപ്പം യുദ്ധം ചെയ്യുമെന്നാണ്. അപ്പോൾ ഈ ഉമ്മത്തിൽ നിന്ന് തന്നെയായിരിക്കണം മസീഹ് മൗഊദ് വരേണ്ടത്. വളരെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ ഉമ്മത്തിൽ നിന്ന് തന്നെയായിരിക്കും മസീഹ് വരിക. ഹുസൂറിൻ്റെ വാക്കുകൾ ഞാനോട് വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹുസൂർ പറയുന്നു, ഇത് കാരണം ഇതുപോലെ തന്നെ നാം സൂര്യനെ കാണുന്നത് പോലെ തന്നെ, സൂര്യനെ കണ്ടുകൊണ്ട് നാം തിരിച്ചറിയുന്നത് പോലെ, കുൻതും ഖൈറും ഉഖ്രിജത് ലിന്നാസ് എന്ന് നാം തിരിച്ചറിയുന്നത് പോലെ, അതിനെ ഈ തർജ്ജമാണ് നൽകുന്നത്. അതായത് നിങ്ങൾ ആ ഉത്തമമായിട്ടുള്ള സമൂഹമാണ്, ജനങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും ദജ്ജാലി ഫിത്നയെ നശിപ്പിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള സമൂഹമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധമാണ് മസീഹ് മൗഊദ്, ദജ്ജാലിനെ നശിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ ഒരു മസീഹ് മൗഊദ് ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വരണമായിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ ഹുസൂർ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ വിശദീകരണം നൽകിയിരിക്കുന്നു. മുഫസ്സിരീങ്ങളുടെ പറഞ്ഞ രീതിയിൽ, അതുപോലെ തന്നെ ഹദീസുകൾ വന്ന കാര്യങ്ങൾ ഹുസൂർ വെക്കുകയുണ്ടായി. വളരെ വ്യക്തമായി കൊണ്ട് ഹുസൂർ ഇവിടെ വെക്കുകയുണ്ടായി. ദജ്ജാലിനെ നേരിടേണ്ടിയിരിക്കുന്ന ആ ഒരു മസീഹ്, ആ മസീഹ് ഉമ്മത്തിൽ തന്നെയായിരിക്കും മരിക്കേണ്ടത്. അത് വന്നിരിക്കുന്നു. ജസാക്കുമുള്ള. ഒരു ടെലിഫോൺ കോളറുണ്ട് ബംഗ്ലാദേശിൽ നിന്ന്. മുക്കറം ആരിഫ് സമാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദ്യം കേൾക്കുന്നു. അസ്സലാമു അലൈക്കും ആരിഫ് സമാൻ സാഹിബ്. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അതെ, ചോദ്യം ചോദിക്കാവുന്നതാണ്. എൻ്റെ ചോദ്യം, ഈ ഗ്രന്ഥത്തിൽ എൻ്റെ ഫാത്തിമയെ നിന്ദിച്ചതായിട്ട് ഈ ഗ്രന്ഥത്തിൽ മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ ജമാഅത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? ജസാക്കുമുല്ലാഹ്. ഞാൻ അഹമ്മദ് കൗസർ സാഹിബിനോട് അപേക്ഷിക്കുന്നു ഇതിന് ചുരുങ്ങിയ രീതിയിൽ മറുപടി പറയാൻ. എൻ്റെ സഹോദര, ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാമിൻ്റെ ഒരു കശ്ഫാണത്. അത് ഹുസൂർ ആദ്യം ബറാന അഹമ്മദിയയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പിന്നീട് ചുരുങ്ങിയ നിലയിൽ തോഫ ഗോൾഡവിയിൽ അതിനെക്കുറിച്ചിട്ട് വിവരിച്ചിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, സയ്യിദന ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അരുൾ ചെയ്യുന്നു, ഞാൻ
കശ്ഫ്, അതൊരു ഉണർച്ചയിലുണ്ടാവുന്ന ഒരു ദർശനമാണ്. ഞാൻ കാണുകയുണ്ടായി 5 തൻ പാക്, അതായത് സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹസ്രത്ത് അലി, ഹസ്രത്ത് ഫാത്തിമ, ഇമാം ഹസൻ, ഇമാം ഹുസൈൻ, 5 പരിശുദ്ധ വ്യക്തികൾ ഇവർ വന്നിരിക്കുന്നു. ഇതെല്ലാം കശ്ഫിൽ കണ്ട കാര്യങ്ങളാണ്. ഹസ്രത്ത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മാദറെ മെഹർബാൻ, ഇതെന്തുകൊണ്ടാണ്? ഒരു കാരുണ്യനിധിയായ മാതാവിനെ പോലെ എൻ്റെ ശിരസ് അവരുടെ മടിയിൽ വെച്ചു എന്നുള്ളതാണ്. ഇത് ദർശനങ്ങളാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധത്തിൽ പോകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ദർശനത്തിൽ കണ്ടു പശു അറുക്കപ്പെടുന്നതായിട്ട്. പിന്നീട് അവിടുന്ന് കണ്ടു എൻ്റെ വാളിൻ്റെ അറ്റം പൊട്ടുകയായിട്ട്. അത് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് തന്നെ അതിന് വ്യാഖ്യാനം നൽകുകയുണ്ടായി. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ സഹാബക്കൾ ഷഹീദാവും. അതുകൊണ്ട് പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അവിടുന്ന് തൻ്റെ വാള് മുറിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ കുറിച്ച് അടുത്ത ആളുകളും ഷഹീദാവും എന്നുള്ളതാണ്. സൂറ യൂസുഫ് നോക്കുക. അതിൽ യൂസുഫ് അലൈഹിസ്സലാം തൻ്റെ പിതാവിനോട് പറയുന്നു, റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഞാൻ സൂര്യനെയും ചന്ദ്രനെയും 11 നക്ഷത്രങ്ങളെയും എൻ്റെ മുമ്പാകെ സുജൂദ് ചെയ്യുന്നതായി ഞാൻ കാണുന്നു. ഒരിക്കലും തന്നെ സൂര്യൻ ചന്ദ്രൻ ആർക്കും സ്തുതി ചെയ്യാറ് ആരും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അത് അദ്ദേഹത്തെ അനുസരിക്കുന്നതായിരിക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. ഇവിടെ ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം അരുളി ചെയ്യുന്നു, ഇവിടെ വാലിദെ മെഹർബാൻ കിത്തറ, അതായത് ഇത് മസീമോ സ്വയം അതിന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. തോഫ ഗോൾഡവിയിലും അവിടെ തന്നെ ബാറാൻ അഹമ്മദിയിലും ഇതൊരു വ്യാഖ്യാനമായിരുന്നു. ഈ ഹദീസിൽ വന്നിട്ടുള്ള ഇമാം മഹദി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ ഔലാദിൽ നിന്നായിരിക്കും. ഔലാദ് റൂഹാനിയായിട്ടാണ്, ആത്മീയമായിട്ടുള്ളതാണ്. അത് ശാരീരികമായിട്ടല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് സൂറ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാര് അസ്വാജു ഉമ്മഹാത്തുഹും, റസൂലിന്റെ പത്നി ബാഹ്യമായ രീതിയിൽ മാതാക്കളല്ല, അതൊരു ആത്മീയമായ ബന്ധമാണ്. ഇവിടെയും ഒരു ആത്മീയ ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ബനി ഫാത്തിമയുടെ സന്തതികൾപ്പെട്ടായിരിക്കും. എൻ്റെ ചില മാതാമഹികൾ അത് സയ്യിദ് കുടുംബത്തുമായി ബന്ധപ്പെട്ടിരിക്കും, ഫാത്തിമ റളിയല്ലാഹു ബന്ധപ്പെട്ട. അതുകൊണ്ട് ഒരു അടിസ്ഥാനത്തിൽ ഫാത്തിമയുടെ തലമുറയിൽ ആയിരിക്കും അദീമ മഹദി വരിക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വെളിപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഫാർസി വംശത്തിൽപ്പെട്ടതായി ആണ്. എനിക്ക് സയ്യിദ് കുടുംബവുമായിട്ടും ബന്ധമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വിവാഹം അതും സയ്യിദ് കുടുംബവുമായിട്ടാണ് എൻ്റെ വിവാഹം നടന്നത്. ഈ എല്ലാ വിശദീകരണങ്ങളായിരുന്നു അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ഈ വ്യാഖ്യാനത്തെ വളരെ മനോഹരമായ രീതിയിൽ വിവരിക്കുകയുണ്ടായി. ഇതിലൊക്കെ തന്നെ പൊതുവെ അനഹമ്മദികൾ പറയാറുണ്ട്, അവർ ചിന്തിക്കാറില്ല ഇത് കശ്ഫല്ല. രണ്ടാമത്തെ പദം ഇവിടെ മാതൃ മെഹർബാൻ എന്നുള്ളതാണ്. ഇത് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് മാതാവ് തൻ്റെ മക്കളെ മടിയിലിരുത്തുന്നത് പോലെ ഇത് അങ്ങനെ ഞാൻ കശ്ഫിൽ കണ്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കശ്ഫിയായിട്ട് അവസ്ഥയായിരുന്നു. ഇതാണ് അത് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം ബാറാന അഹമ്മദിയയിലും വിവരിച്ചിട്ടുള്ളത്, തുഫ ഗോൾഡബയിലും വിവരിച്ചിട്ടുള്ളത്. ജസാക്കുമുല്ലാഹ് ജസാ. പ്രേക്ഷകരെ, മറ്റൊരു ഒരാളും കൂടി ഉണ്ട് ലൈനിൽ. ജർമ്മനിയിൽ നിന്ന് ഖാലിദ റാണ സാഹിബ ടെലിഫോൺ ലോണിയിലുണ്ട്. അവരുടെ ചോദ്യം കൂടി കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹ്തറം റാണ സാഹിബ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ എൻ്റെ ചോദ്യം, ചോദ്യം 14 നൂറ്റാണ്ടിൽ ഇമാം വരുന്ന എവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് എന്നോട് ചിലർ ചോദിക്കാറുണ്ട്. മിനാരത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദിമഷ്കിലെ മിനാരത്തിൽ. എനിക്ക് അറിയേണ്ടത്
ഇത് ഹദീസ് ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ഖുറാനിലാണ്. ഇത് വിശുദ്ധ ഖുറാനിലാണോ ഹദീസിലാണോ? ഈ കാര്യമാണ് എനിക്ക് അറിയേണ്ടത്. ഇത് ഞാൻ എൻ്റെ രീതിയിൽ പറയുകയുണ്ടായി. ഇത് ഇതിൻ്റെ ജവാബാണ് വേണ്ടത്. ജസാക്കുമുള്ള. ഞാൻ അതാൽ മുജീദ് സാഹിബ് ലോൺ സാഹിബിനോട് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചോദ്യം വിശുദ്ധ ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കണം ഇമാം മഹദി 14 നൂറ്റാണ്ടിൽ തന്നെ വരേണ്ടതെന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ നിലയിൽ ചില ഭാഗങ്ങൾ ഞാൻ വിവരിക്കുന്നതാണ്. ബാക്കി അതിൻ്റെ വിശദീകരണം ഇൻഷാല്ലാഹ് എൻ്റെ സഹോദരനോട് ഞാൻ പറയുന്നു, തീർച്ചയായും കേൾക്കണം. ഒന്നാമത്തെ അടിസ്ഥാനപരമായ കാര്യം, ഏത് കാലത്താണ് ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗമുണ്ടായത്, അത് മസീമോദും മഹദിമോദാണെന്ന് വാദം ഉന്നയിച്ചത്, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരൊക്കെ വിശ്വസിച്ചിരുന്നത് 13-ാം നൂറ്റാണ്ട് അവസാനിച്ചിരിക്കുന്നു, 14 നൂറ്റാണ്ടിലെ ഇത്ര വർഷം കഴിഞ്ഞ് ഇനി ഇമാം മഹദി എപ്പോഴായിരിക്കും അത് അവർ കാത്തിരിക്കുകയായിരുന്നു. ഇതിൻ്റെ കുറച്ചും കൂടി വിശദീകരണം നൽകുന്നതാണ്. ഇമാം മഹദി വന്നപ്പോൾ, എന്നാൽ അവരുടെ സങ്കല്പത്തിനനുസരിച്ചിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് അവർ നിഷേധിച്ചു. ഈ കാലഘട്ടത്തിൽ അദ്ദേഹം വരേണ്ടതായിരുന്നു. ഞാൻ ഒരു തെളിവ് ഞാൻ ഉന്നയിക്കുന്നതായിരിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, അത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറ മുസമ്മിൽ പറയുന്നു, ഇന്നാ അൻസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിറഔന റസൂല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്നതാണ്. സൂറ മുസമ്മിൽ ആയത്ത് റുക്കുവാണ്, നാം നിങ്ങളിലേക്ക് ഒരു റസൂൽ നിയോഗിച്ചു, അത് അദ്ദേഹം മേൽനോട്ടക്കാരൻ നിങ്ങളുടെ. കമാ അർസൽന ഇലാ ഫിറഔന റസൂല, ഏതുപോലെ നാം ഫിറൗനിലേക്ക് ഒരു നബി അയച്ചുവോ, മൂസാ നബി അലൈഹി സ്വലാമിനെ. ഈ ആയത്തിൽ അള്ളാഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതർ മൂസാ നബിയോട് സാദൃശ്യപ്പെടുത്തിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉമ്മത്തെ മൂസവിയുടെ സ്ഥാപകൻ ഉമ്മത്തെ മുഹമ്മദിയുടെ സ്ഥാപകനെ പരസ്പരം സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത ആയത്ത് വാദുല്ലാല്ലദീന ആമുന മിൻകും വലയസ്തഖലിഫൂന കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഉമ്മത്ത് മേ ഖിലാഫത്തുകളെ സംബന്ധിച്ചും സാദൃശ്യം അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ഉമ്മത്തെ മുഹമ്മദിയ, ഉമ്മത്തെ മുസഫിയ, ഈ ഉമ്മത്തുകളിലും അവരുടെ ഖിലാഫത്തുകളിലും സാദൃശ്യമുണ്ടാവും. ഇതൊരു ശൃംഖലയാണ് സാദൃശ്യങ്ങളുടെ. ഹസ്രത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 16 സാദൃശ്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിശദീകരണം ഇപ്പോൾ സാധ്യമല്ല, ഞാൻ സൂചന നൽകുകയാണ്. അത് പരിപൂർണമായി സാദൃശ്യമുണ്ട് ഈ രണ്ട് ഉമ്മത്തും തമ്മിൽ. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ ഉമ്മത്തിൽ ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടു. അത് സാദൃശ്യം പൂർത്തിയാവുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലും 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം 14 നൂറ്റാണ്ടിൽ മസീനെ പോലുള്ള ഒരാൾ നിയോഗിക്കപ്പെടുമ്പോഴേ അത് പൂർത്തിയാവുകയുള്ളൂ. സാദൃശ്യം അത് പൂർത്തിയായി. അതുകൊണ്ട് നാം പറയുന്നത് ഏതുപോലെ അവിടെ 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈസാ നബി അലൈഹി സ്വലാം നിയോഗിക്കപ്പെട്ടു, അതുപോലെ ഇവിടെ ഉമ്മത്ത് മുഹമ്മദിയിലും 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം മസീഹ് മഹദിയും നിയോഗിക്കപ്പെടേണ്ടത്. അദ്ദേഹം ഇവിടെ മസീഹിൻ്റെ നാമം നൽകിയത് അതിനുള്ള കാരണവും അതിന് ഒരു ഇതും കൂടിയുണ്ട്, അതായത് അതിൻ്റെ പരിപൂർണ സാദൃശ്യം അനിവാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഇതൊരു തെളിവാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതിൻ്റെ വീണ്ടും വിശദീകരണം ഞാൻ നൽകുന്നതായിരിക്കും അടുത്ത ചോദ്യം വരുമ്പോൾ. അതും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, മറ്റ് തെളിവുകൾ നൽകുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ് ജസാ. പ്രോഗ്രാമിന് മുന്നോട്ട് നൽകിക്കൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ആമിർ ഖുസ്സാനോട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കും. സയ്യിദന ഹസ്രത്ത് മഖ്ദസ് മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം എഴുതിയിരിക്കുന്നു, ഇസ്തിഖ്ലാഫിൻ്റെ ആയത്ത് കൊണ്ട് മസീഹ് മൗഊദ് ഉമ്മത്തെ മുഹമ്മദിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്ന് തെളിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം താങ്കൾ നൽകിയാലും. ഞാൻ പറയാൻ, നമ്മുടെ ജർമ്മനിയിൽ നിന്ന് സഹോദരി ചോദിച്ചല്ലോ, 1-2 കാര്യങ്ങൾ അവർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം വളരെ അനിവാര്യമാണ്. അതിൽ വിടുന്നതായിരിക്കും. ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാം മസീബിനും മറിയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉണ്ടല്ലോ,
അത് വളരെ വ്യാഖ്യാന വ്യാഖ്യാനാർഹങ്ങളാണ്, അത് വിശദീകരണാർഹങ്ങളാണ്. അത് ബാഹ്യാർത്ഥത്തിൽ എടുക്കേണ്ടവയല്ല. ഞാനൊരു ഹദീസ് പറയാം. ബുഖാരിയുടെ ഒരു ഹദീസാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയുന്നു. വല്ലദീ നഫ്സി ബിയദിഹി ലയൂഷികന്ന അയൻസില ഫീക്കും ഇബ്നു മറിയമ ഹകമൻ അദ്ലൻ യക്സിറു ശലീബ വയഖ്തുലുൽ ഖിൻസിറ വയുഫീസുൽ മാല ഹത്താ ലാ യഖ്ബലുഹു അഹദുൻ. ഞാൻ അള്ളാഹുവിന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ മസീബിന് മറിയം നിങ്ങളിൽ ഇറങ്ങുന്നതായിരിക്കും. അദ്ദേഹം ഹക്കമായിരിക്കും, നീതിമാൻ വിധികർത്താവായിരിക്കും, അദ്ദേഹം കുരിശുടക്കുന്നതായിരിക്കും. ഇതിനെ നിങ്ങൾ ബാഹ്യമായ അർത്ഥത്തിലെടുക്കൂ. മസീബിന് മറിയംബിയുടെ വിശ്വാസം അനുസരിച്ച് ആകാശത്തു നിന്നിറങ്ങി. അദ്ദേഹം പറയും, എൻ്റെ പണി കുരിശുടക്കലാണ്. ഞാൻ മരം കൊണ്ടുണ്ടാക്കിയ ആ മരം കൊണ്ടുള്ള കുരിശാണ് ഞാൻ ഉടക്കേണ്ടത്, അതാണ് ഞാൻ തകർക്കേണ്ടത്. നിങ്ങൾ എന്നെ കുരിശെടുക്കാൻ അനുവദിക്കുക. എൻ്റെ പണി എന്താണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, അതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. ഞാനിതിൽ നിന്ന് അത് കഴിഞ്ഞാൽ പിന്നെ പന്നികളെ കൊല്ലണം. എനിക്ക് വാളോ വല്ല തോക്ക് കൊണ്ടോ ഞാൻ പന്നികളെ കൊല്ലാം. പിന്നെ പറയുന്ന അദ്ദേഹം വിതരണം ആരെടുക്കുന്നില്ല. പക്ഷെ ഇന്ന് ലോകം സമ്പത്തിന്റെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ഇതിനൊക്കെ ബാഹ്യാർത്ഥത്തിലെടുക്കുകയാണെങ്കിൽ ഒരു നബി ഇതിനാണോ ആകാശം എന്ന് പറയുന്നത്? അദ്ദേഹം പന്നികളെ കൊന്നുകൊണ്ടിരിക്കുക, അദ്ദേഹം മരത്തിന്റെ കുരിശു ഓടിച്ചുകൊണ്ടിരിക്കാനാണോ നബി വരുന്നത്? അല്ല, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം മറ്റൊന്നാണ്. അതിനൊരു വ്യാഖ്യാനമുണ്ട്. സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സമ്പത്തല്ല. ഇത് ആത്മീയമായിട്ടുള്ള ഭണ്ഡാരങ്ങളാണ്. അത് ആൾക്കാർ സ്വീകരിക്കുന്നതല്ല. ഇവിടെ പന്നി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചീത്ത പ്രകൃതക്കാരായ ആളുകളാണ്. അവരെ തെളിവുകളുടെ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം കൊല്ലുന്നതായിരിക്കും. കുരിശ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുരിശ് വിശ്വാസമാണ്. അതായത് അദ്ദേഹം കുരിശ് വിശ്വാസത്തെ മസീഹ് ഉടക്കുന്നതായിരിക്കുമെന്നാണ്. സമ്പത്ത് എന്നതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കുന്ന സമ്പത്തല്ല. പന്നി കൊണ്ട് ഉദ്ദേശിക്കുന്ന ജനങ്ങൾ പന്നികളെന്ന് വിളിക്കുന്ന പന്നിയല്ല. കുരിശ് എന്നതുകൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കിയുള്ള കുരിശല്ല. മസീഹ് കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് ആ മസീഹ് അല്ല, അവർ മനസ്സിലാക്കുന്ന മനസ്സില്ല. മിനാരം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മിനാരങ്ങളല്ല. ഇതിന് റസൂൽ പറയുമ്പോൾ ഡെമസ്കൽ മിനാര് ഇത് റസൂൽ പറഞ്ഞ സമയത്ത് ദമസ്കൽ ഒരു മിനാരമേ ഉണ്ടായിരുന്നില്ല. 1,24,000 ആർക്കെങ്കിലും ഫെരിസ്തന്റെ മേലെ മലക്കുടെ മേലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മലക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് മലക്കളുടെ സ്വഭാവമുള്ള ആളുകൾ എന്നാണ്. അത് ഹസ്രത്ത് മൗലാന നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് മൗലാന അബ്ദുൽ കരീം സാഹിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതുപോലുള്ള ഒരുപാട് ഇതുപോലുള്ള സഹാബാക്കളാണ്. ഈ ഹദീസുകളൊക്കെ തന്നെ മിനാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നൂറിൽ നിന്ന് ഉണ്ടായതാണ്. ഇമാം മഹദി വരുമ്പോൾ അദ്ദേഹം നൂറിലൂടെ പ്രകാശം മുഖേന, ആ പ്രകാശമാനമായ തെളിവുകൾ മുഖേന അദ്ദേഹം ഇരുട്ട് ഇല്ലാതാക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വിശദീകരണം നൽകണ യഹൂദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അവർ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പറഞ്ഞ അത് നിന്നെ പോലെ അത് ബനി ഇസ്രായേലിലും വരേണ്ടത്, അത് ബനി ഇസ്മായിലിന് എന്തുകൊണ്ടെന്ന് വന്നു ഇന്നും അവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ന്യായങ്ങൾ പറഞ്ഞിട്ട് അവർ വാശി പിടിക്കുകയാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ, അതിനൊരു ചികിത്സയുമില്ല. എന്നാൽ മനസ്സിലാക്കുന്നവർ അവർ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ ചോദിച്ച ചോദ്യം അടിസ്ഥാനപരമായി സൂറ മസീഹ് സ്വല്ലല്ലാഹു വസ്സലാം മറ്റൊരു വീക്ഷണകോണിലൂടെ തൻ്റെ സത്യം വിവരിക്കുന്നുണ്ട്, തൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടതുപോലെ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽന ഇലാ ഫിറഔന റസൂല. ചോദ്യം ഉന്നയിക്കുമ്പോൾ അതായത് ഇവിടെ സാദൃശ്യത്തിൻ്റെ ആവശ്യം ചോദ്യം ഉണ്ടാവാം. നാം ഫിറഔനിലേക്ക് നബി അയച്ച പോലെ അതുപോലെ നാം നിങ്ങളിലേക്ക് ഒരു നബി അയച്ചിരിക്കുന്നു. ഇവിടെ കമ എന്നുള്ളത് സാദൃശ്യം പറഞ്ഞിരിക്കുന്നത്. അവിടെയും ശരീഅത്തുള്ളത്, ഇവിടെയും ശരീഅത്തുള്ളത്. രണ്ട് ശൃംഖലകൾ, മൂസവി ശൃംഖലയും മുഹമ്മദി ശൃംഖലയും. അതിൻ്റെ സ്ഥാപകർ ശരീഅത്തുള്ള ഹദ്റത്ത് മൂസാ നബി അലൈഹിസ്സലാം, ഉമ്മത്തെ മുഹമ്മദിയുടെ സ്ഥാപകൻ സയ്യിദന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അതിനുശേഷം
സൂറ നൂറിൽ മറ്റൊരു വിശദീകരണം അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഅദുല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അതായത് ഏതുപോലെ അവർക്ക് മുമ്പുണ്ടായിരുന്ന അവർക്ക് ഖിലാഫത്ത് ഉണ്ടായിരുന്നത് പോലെ ഉമ്മത്തെ മുഹമ്മദിയായാലും ഖിലാഫത്ത് ഉണ്ടാവുന്നതാണ്. ഇവന് നോക്കുക, മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തോഫകളുടെ പേര് തന്നെ പറയുന്നു. ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിൻ്റെ വഫാത്തിന് ശേഷം യശൂബ് നൂൻ അദ്ദേഹം ഖലീഫയായി. ഇതുപോലെ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫ ആയിരുന്നത് പോലെ യശൂബ് നൂനെ സംബന്ധിച്ചും തൻ്റെ കൗമിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. ജോദു യർദുൻ എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഒരുപാട് ക്ലേശങ്ങൾ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ മുർത്തദ്ദായി. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, എത്രമാത്രം മുസീബത്തുകൾ എൻ്റെ പിതാവ് സഹിച്ചിട്ടുണ്ടോ അത് പർദവത്തിൽ വന്ന് വീഴാണെങ്കിൽ അത് വളരെയധികം തകർന്നടിഞ്ഞാണ്. ഈ ഒരു സാദൃശ്യത്തെ കൂടുതൽ മുന്നോട്ട് നയിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉമ്മത്തെ മൂസവിയയിൽ 12 ഖലീഫമാരുണ്ടായി. 12 ഖലീഫമാരിലെ അവസാനത്തെ ഖലീഫ ഹസ്രത്ത് യഹ്യ അലൈഹിസ്സലാം ആയിരുന്നു. അദ്ദേഹം കൊല്ലപ്പെട്ടു, അതിന് ഷഹീദാക്കപ്പെട്ടു. അതിനുശേഷം അവസാനം വന്ന ആളെ ഈസ ഇബ്നു മറിയം ആയിരുന്നു. ഇതേപോലെ ഉമ്മത്തെ മുഹമ്മദിയായിൽ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശേഷം 12 ഖലീഫമാർ വന്നു. സയ്യിദ് അഹമ്മദ് ഷഹീദ് 12ാമത്തെ ഖലീഫയായിരുന്നു. അദ്ദേഹം 13ാമത്തെ ഖലീഫയായിരുന്നു. 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വന്നത്. അദ്ദേഹം ഷഹീദായി. ഇതും ഒരു സാദൃശ്യമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മസീഹ് എന്ന പദം അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവചനം നടത്തിയപ്പോൾ കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയം ഫീക്കും, ഇതൊരു പ്രവചനമായിരുന്നു. ഏതുപോലെ മൂസായ്ക്ക് 13 നൂറ്റാണ്ടുകൾക്ക് ശേഷം 14ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മസീഹ് വന്നുവോ, ഉമ്മത്തെ മുഹമ്മദിയിലെ സാദൃശ്യം ആവശ്യപ്പെട്ടിരുന്നത് ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 13 നൂറ്റാണ്ട് കഴിഞ്ഞാൽ 14ാം നൂറ്റാണ്ടിലെ തുടക്കത്തിൽ മസീഹ് മൗദ് വരണം എന്നുള്ളതാണ്. അദ്ദേഹം വന്നു. ഞാൻ പറഞ്ഞതുപോലെ 14ാം നൂറ്റാണ്ട് 8ാമത്തെ വർഷം മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു നിയോഗിച്ചു. അദ്ദേഹം മിലാൻ ചെയ്തു, ഞാൻ ആ വഖ്തത്ത് മസീഹാണെന്ന്. ഇതൊരു സാദൃശ്യമായിരുന്നു. 2 ശൃംഖലകളിലുണ്ടായിരുന്ന ഹസ്രത്ത് മസീഹ് സ്വലാത്തു വസ്സലാം വളരെ വ്യക്തമായ രീതിയിൽ പറയുകയുണ്ടായി. അല്ലായിരുന്നെങ്കിൽ ഈ ഒരു തഫ്സീർ സ്വീകാര്യമായിരുന്നില്ല. അതായത് അല്ലെങ്കിൽ ഇതിൻ്റെ തഫ്സീർ എന്താണെന്ന് അവർ പറയട്ടെ, പണ്ഡിതന്മാര്. ഇതിൻ്റെ തഫ്സീർ എന്താണ്? പിന്നെ കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്നതിൻ്റെ അത് ഇതിന് മുമ്പുള്ള 2 ശൃംഖലയിലും ഉണ്ടായിരുന്ന ആ സാദൃശ്യം എന്താണ്? അവിടെ ഫിറഔന്റെ എതിർപ്പിന്റെ പരാമർശമാണ്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സംബന്ധിച്ച പരാമർശമാണ്. അവിടെ ഈസാ അലൈഹിസ്സലാമിൻ്റെ മസീഹ് ഇബ്നു മറിയമിൻ്റെ അദ്ദേഹത്തെ യഹൂദികൾ എതിർത്തു. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതായത് റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്നവർ മസീഹ് മൗദിനെ ഇവിടെ അഹ്മദ് അലൈഹിസ്സലാമിനെ അവർ എതിർക്കുകയുണ്ടായി. എന്നാൽ എന്നിട്ടും അള്ളാഹു അദ്ദേഹത്തിന് വിജയം നൽകി. ഈ ഒരു സാദൃശ്യമാണ് ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം വളരെ വിശദമായി തൻ്റെ തൊഹഫകളുടെ എന്ന ഗ്രന്ഥത്തിൽ വിവരിച്ചത്. ഇതെല്ലാവരും വായിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. വളരെ വ്യക്തമായ രീതിയിൽ ഹുസൂർ പറയുകയുണ്ട്, രണ്ട് ശൃംഖലകൾ തമ്മിലുള്ള സാദൃശ്യം എന്താണ്, അതെന്താണ് ആവശ്യപ്പെടുന്നത്. അതായത് 14ാം നൂറ്റാണ്ട് തുടക്കത്തിൽ മസീഹ് മൗദ് വരണമെന്നുള്ളതാണ്. അടുത്ത ചോദ്യം മുജീബ് ലോൺ സാഹിബിനോടാണ്. മസീഹ് അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് 13ഉം 14ാം നൂറ്റാണ്ടിൽ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. മൗലാന കോസ് സാഹിബ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതിന് കൂടുതൽ വിശദീകരിക്കാൻ അപേക്ഷിക്കുന്നു. ഇത് സംബന്ധമായി ഈ കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്.
നമുക്ക് ചോദ്യം വന്നിരിക്കുന്നു, വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇത് തെളിവുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നു. അള്ളാഹു വിശദമായി നമുക്ക് തെളിവ് ലഭിക്കുന്നു. ഇന്ന് വ്യക്തമാകുന്നു 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 14 മുസ്ലിം ഇസ്ലാം വരാനിരിക്കുന്നുവെന്ന്. കാരണം ഈ കാലഘട്ടം ആ കാലഘട്ടമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അള്ളാഹുവിൽ നിന്ന് ദൂരമായിരിക്കുന്നു. ഈ കാലഘട്ടം ആ കാലഘട്ടമാണ്. ദജ്ജാൽ വെളിപ്പെട്ട കാലഘട്ടമാണ്. ജനങ്ങളെ അള്ളാഹുവിൽ നിന്ന് ദൂരപ്പെടുത്തിയ ദജ്ജാൽ വന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിന്റെ 72 കക്ഷികളായി പിരിഞ്ഞിരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക മറന്നിരിക്കുന്നു മുസ്ലിങ്ങൾ. ഈ കാലഘട്ടം ആ കാലഘട്ടമാണ്. ഇസ്ലാം എല്ലാ ഭാഗത്തു നിന്നും ഇസ്ലാമിനെ വളഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇസ്ലാമിന്റെ മുകളിൽ ആക്രമിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ മുസ്ലിം ഇസ്ലാം വരില്ലെങ്കിൽ പിന്നെ ഈ കാലഘട്ടത്തിലാണ് വരേണ്ടത്. അതുകൊണ്ടാണ് മുസ്ലിം ഇസ്ലാം പറഞ്ഞിരിക്കുന്നത് മസീഹ് വരേണ്ട കാലഘട്ടമാണ്, മസീഹിന്റെ സമയമാണ്. ഈ സമയത്ത് മസീഹ് വന്നിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും വരേണ്ടായിരുന്നു. അപ്പോൾ ഹുസൂർ പറയുന്നു, ഞാനെന്ന് വ്യക്തിത്വത്തിന്റെ കാര്യമല്ല, പക്ഷെ ഈ സമയത്തിന്റെ ആവശ്യമാണ്. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നു. ആ മസീഹ് മൗദ്, ആ മഹദിയ മൗദ് വരാനിരിക്കുന്ന കാലഘട്ടം ഇത് തന്നെയാണെന്ന് വിളിച്ചോതുകയാണ് കാലഘട്ടം. ഞാൻ വരുന്നില്ലെങ്കിൽ, ഞാൻ വന്നിട്ടില്ലെങ്കിൽ, അള്ളാഹു എന്നെ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും തിരഞ്ഞെടുക്കണമായിരുന്നു. കാലഘട്ടം വിളിച്ചോതുകയാണ് ആ മസീഹിന്റെ കാലഘട്ടമാണെന്ന്. അങ്ങനെ അള്ളാഹു ഹദ്റത്ത് മസീഹ് ഇസ്ലാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മസീഹ് ഇസ്ലാം അയച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ ആ കാലഘട്ടം എത്രത്തോളം കാത്തിരുന്നു ജനങ്ങളെന്നാൽ ഒരു കവി എഴുതിയിരിക്കുന്നു ആ കാലഘട്ടത്തിന്റെ അവസ്ഥയെ സംബന്ധിച്ച്. അതായത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ എല്ലാ സൗന്ദര്യവും ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു. ഇനി എന്താണ് മസീഹ് വരാൻ വേണ്ടി ഇത്രയും കാലതാമസം എന്ന കവി എഴുതുന്നു. അതായത് ആ കാലഘട്ടം ആവശ്യപ്പെടുകയാണ് ഇമാം മഹദി വരണമെന്ന്. അപ്പൊ ഇങ്ങനെ അവർ അള്ളാഹുവിനോട് ചോദിക്കുകയായിരുന്നു. നവാബ് നൂർ ഹസൻ സാഹിബ് എഴുതുന്നു, ഇഖ്തിറാവത്തു സാത്മ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നു, ഇമാം മഹദിയുടെ കാലഘട്ടം, ഇമാം മഹദിയുടെ വരവ് 13-ാം നൂറ്റാണ്ടിൽ വരാനിരിക്കണം എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. നിങ്ങൾ നോക്കുക, പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു ഇമാം മഹദിയുടെ വരവ് 13-ാം നൂറ്റാണ്ടിൽ ആയിരിക്കണം. പക്ഷെ 13-ാം നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 14-ാം നൂറ്റാണ്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ 14-ാം നൂറ്റാണ്ട് തുടങ്ങിയിട്ട് ഈ ഗ്രന്ഥം എഴുതുമ്പോൾ 6 മാസം കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു കരുണ ചെയ്തുകൊണ്ട് 4 വർഷങ്ങൾക്കുള്ളിൽ മഹദി വരണം എന്ന് അദ്ദേഹം എഴുതിയിരിക്കുന്നു. അപ്പൊ ഇത്രക്ക് അധികം അവർ ആഗ്രഹിച്ചിരുന്നു മഹദി വരാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് അറിയാം ഇമാം മഹദിയുടെയും മസീഹ് മൗദിന്റെയും കാലഘട്ടം ഇത് തന്നെയാണ് എന്ന്. ഇത് സംബന്ധമായിട്ട് ചില തെളിവുകളും ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, സൂറത്തു സജ്ദയിൽ, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ് സുമ്മ യഅറുജു ഇലൈഹി ഫി യൗമിൻ കാന മിഖ്ദാറുഹു അൽഫു സന മിമ്മ തഅദ്ദൂൻ. അതായത് അള്ളാഹു ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അള്ളാഹു തീരുമാനങ്ങൾ നടത്തുന്നു, മതങ്ങൾ ഉണ്ടാക്കുന്നു, നബി അയക്കുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിന് ശേഷം ആ ദീന് വീണ്ടും ആകാശത്തിലേക്ക് കയറി പോകുന്നു. ഒരു കാലഘട്ടത്തിന് ശേഷം സുമയാറജു ഇലസ്സമാ, പിന്നെ അവരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിൻ്റെ കാലഘട്ടം 1000 വർഷം. അതായത് 1000 വർഷത്തിൻ്റെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു 6 വർഷത്തിനുള്ളിൽ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മതത്തിനുള്ളിൽ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഹദീസും നാം നോക്കണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ബുഖാരിയിലെ ഹദീസാണ്. അതായത് ഏറ്റവും ഉത്തമപ്പെട്ട കാലഘട്ടം നൂറ്റാണ്ട് അത് എൻ്റെതാണ്, പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ അതിന് ശേഷമുള്ളത് സുമ്മല്ലദീനല്ലോ, പിന്നെ അതിന് ശേഷമുള്ളത്. അതായത് 3 നൂറ്റാണ്ടിനെ സംബന്ധിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഈ 3 നൂറ്റാണ്ട് ഇസ്ലാമിൻ്റെ സൗന്ദര്യം, ഇസ്ലാമിനെ വിശ്വസിക്കുന്ന ജനങ്ങൾ ആ ഒരു ഇസ്ലാമിക അധ്യാപനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും. ആ അധ്യാപനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കും ഞാൻ കൊണ്ടുവന്ന അധ്യാപനങ്ങളിൽ മേൽ. പക്ഷെ അതിനുശേഷം വരുന്ന കാലഘട്ടം
മുസ്ലിം ഉമ്മത്തിൽ പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുഴപ്പങ്ങളും ഉണ്ടാകേണ്ട കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു 13-ാം നൂറ്റാണ്ട് എന്നുള്ളത് ഈ ഒരു കാലഘട്ടമാണ്. ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം മഹദിക്ക് വരണമായിരുന്നു 13-ാം നൂറ്റാണ്ടിന് ശേഷം, അതായത് 14-ാം നൂറ്റാണ്ടിന്റെ തലപ്പത്ത്. പിന്നെ ഒരു ആയത്തും ഞാൻ ഇവിടെ ഉദ്ധരിച്ചിരുന്നു തുടക്കത്തിൽ, അതും ഇത് തന്നെയാണ് പറയുന്നത്, 14-ാം നൂറ്റാണ്ടിൽ തന്നെ മഹദി വരണമെന്ന്. മറ്റൊരു വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഇത് സൂറ ജുമയിലാണ്. വാഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം. ഇമാം മഹദിയെ സംബന്ധിച്ച് സൂറ ജുമയിലെ ആയത്താണ്. ഇമാം മഹദി അത് ആ ജനങ്ങളിലാണ് വരിക്കുന്നത്, നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാത്ത ജനങ്ങളിൽ ഇമാം മഹദി വരുമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ ഫാർസിയുടെ തോളത്തിൽ കൈവച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇവരിൽ നിന്നായിരിക്കും ഇമാം മഹദി വരിക എന്ന്. മുസ്ലിം ഇസ്ലാം പറയുന്നു, സംഖ്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം പറയുന്നു 13-ാം നൂറ്റാണ്ടിലാണ് ഈ ആയത്തിന്റെ സംഖ്യാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇമാം മഹദി വരേണ്ടത് 13-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റു കുറച്ച് ഹദീസുകൾ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു. ഹുദൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ മസത് അൽഫും വമിഅതാനി വഅർബഊന സനതൻ ലിയബസുല്ലാഹുൽ മഹദി. അതായത് 1000 മിഅതാനി 200 40 1240 വർഷം ശേഷം ഇമാം മഹദിനെ അള്ളാഹു അയക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 1240 വർഷത്തിന് ശേഷം മഹദി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പിന്നെ ഹദീസിൽ പറയുന്നു, അൽ ആയാത്തു ബാദൽ മിയത്തൈൻ, അതായത് ഇമാം മഹദിയുടെ മസീഹുൽ മൗദിന്റെയും അടയാളങ്ങൾ അത് 2 നൂറ്റാണ്ടിന് ശേഷം വരുന്നതാണെന്ന്. മുല്ല അലി ഖാരി ഇമാം പറയുന്നു, അഹ്ലെ സുന്നത്തിന്റെ ഇമാമാണ്. അദ്ദേഹം പറയുന്നു, അലിഫ്ലാം എന്ന് അൽ മിയത്തൈനിൽ വന്നിരിക്കുന്ന അലിഫ്ലാം, ഇതിന്റെ അർത്ഥം അതായത് 1000 വർഷത്തിന് ശേഷമുള്ള 200 വർഷത്തിന് ശേഷം ഈ അടയാളങ്ങൾ വെളിവാകാൻ തുടങ്ങുന്നതാണ്. ഗുലാം ഷാ മജ്സൂബ് എന്നുള്ളൊരു വ്യക്തി ഒരു വലിയൊരു പണ്ഡിതനാണ്. അതിൽ മുസ്ലിം ഇസ്ലാം തൻ്റെ ഗ്രന്ഥത്തിൽ മുസ്ലിം ഇസ്ലാം എഴുതിയിരിക്കുന്നു, അദ്ദേഹം സന്തോഷവാർത്ത നൽകിയിരിക്കുന്നു, ഇമാം മഹദി വരാനിരിക്കുന്ന ഇമാം മഹദി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം യുവാവായിരിക്കുന്നു എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു. അദ്ദേഹം വന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാലഘട്ടം ആവശ്യപ്പെടുകയാണ്, ഇമാം മഹദിയുടെ കാലഘട്ടമാണ് എന്ന്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് ഇൽഹാമൻ അറിവ് നൽകിയിരിക്കുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ഖാദിയാനിൽ ഒരിക്കലും വന്നിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ആ ഒരു മഹദി അദ്ദേഹം ജനിച്ചിരിക്കുന്നു, അദ്ദേഹം ഖാദിയാനിലാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൽ മുസ്ലിം ഇസ്ലാം അദ്ദേഹത്തിന്റെ ഒരു അനുയായി മുസ്ലിം ഇസ്ലാമിന്റെ മുന്നിൽ അള്ളാഹുവിന് സത്യമിട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ആ ഒരു പണ്ഡിതനിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു കാര്യം കേട്ടിരിക്കുന്നു എന്ന് മുസ്ലിം ഇസ്ലാമിന്റെ മുന്നിൽ അള്ളാഹുൽ സത്യം വെച്ച് കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു എല്ലാ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലും ഹദ്റത്ത് മുസ്ലിം ഇസ്ലാമിനെ ഈ കാലഘട്ടത്തിൽ ഇമാം മഹദിയായി അയച്ചിരിക്കുകയാണ്. ജസാക്കുമുല്ലാഹു അഹ്സനുൽ ജസാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതോടൊപ്പം തന്നെ നമ്മുടെ പരിപാടിയുടെ അവസാനിക്കുകയാണ്. പ്രോഗ്രാമിൻ്റെ അവസാനത്തിൽ ഞാൻ ഹദ്റത്ത് മുസ്ലിം ഇസ്ലാമിൻ്റെ ഒരു ഉദ്ധരണി വായിച്ചു കേൾക്കാറുണ്ട്. ഹദ്റത്ത് മുസ്ലിം ഇസ്ലാം പറയുന്നു, ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു, ഞാൻ അള്ളാഹുവിൻ്റെ വാഗ്ദാന പ്രകാരം മസീഹ് മൗദായിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇച്ഛിക്കുന്നെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിരാകരിക്കുക. പക്ഷെ നിങ്ങളുടെ നിരാകരണം കാരണം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും. കാരണം അള്ളാഹു മുന്നേ തന്നെ ബറാഹിനെ അഹ്മദിയയിൽ പറഞ്ഞിരിക്കുന്നു, സദഖല്ലാഹു റസൂലുഹു വകാന വഅദൻ മഫ്ഊല. മൽഫൂസാത്ത് ജിൽദ് 1 പേജ് നമ്പർ 206. ഇതോടൊപ്പം തന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹു തആല അടുത്ത എപ്പിസോഡിൽ ഇതേ വിഷയവുമായിട്ട് നാം വരുന്നതാണ്. അതുവരെ ഞങ്ങൾക്ക് അനുവാദം നൽകിയാലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. के यही नूर खुदा पाओगे, लो तुम्हें
तसल्ली का बताया हमने। आओ लोगों के यही नूर खुदा पाओगे, लो तुम्हें तौर तसल्ली का बताया